ഹായ് ഫ്രണ്ട്സ്, LDC പ്രിലിമിനറി ടോപ്പിക്കിലെ ശബ്ദം എന്ന ഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ശബ്ദം? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം നമുക്കറിയാം, അക്കൗസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. ശബ്ദവുമായി ബന്ധപ്പെട്ടുള്ള 3 പോയിന്റ്സുകളാണ് കമ്പനം, ആവൃത്തി, ഹെഡ്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കമ്പനം? ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. നോട്ട് ചെയ്യുക. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. വായുവിലൂടെയുള്ള ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. വായുവിലൂടെയുള്ള ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപമാണ് ശബ്ദോർജം. നോട്ട് ചെയ്യാം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപമാണ് ശബ്ദോർജം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിനുള്ള പ്രധാന കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. PYQ ആണ് PSCയുടെ. നോട്ട് ചെയ്യുക. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവമാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവമാണ്. അതിനാലാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. നോട്ട് ചെയ്യാം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവമാണ്. ഇതിനൊപ്പം നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. എന്തു കാരണം കൊണ്ടാണ്? ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തതിനാൽ, വായുവിൻ്റെ അഭാവമുള്ളതിനാലാണ് അവിടെ ശബ്ദം കേൾക്കാത്തത്. അതുകൊണ്ട് ശൂന്യാകാശത്തെത്തുന്ന ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം എന്നിവ. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത. ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ചെവിയുടെ ഡയഫ്രത്തിലുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അഥവാ ഉച്ചത. ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും. ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ശബ്ദം, ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. 3 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. കമ്പനം, ആവൃത്തി, ഹെഡ്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്.
ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. വായുവിലൂടെയുള്ള ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദോർജ്ജം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവമാണ്. അതിനാലാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം എന്നിവ. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത. ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. നോട്ട് ചെയ്യാം. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. നോട്ട് ചെയ്യാം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധിയാണ് പകൽ 50 ഡെസിബലും രാത്രി 40 ഡെസിബലും. PYQ ആണ്. നോട്ട് ചെയ്യാം. പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധിയാണ് പകൽ 50 ഡെസിബലും രാത്രി 40 ഡെസിബലും. ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളിൽ ഉച്ചത നമ്മൾ പഠിച്ചു. സ്ഥായി എന്താണ്? ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി. ശബ്ദത്തിൻ്റെ കൂർമ്മത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബ്ദത്തിൻ്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുന്നു. ഒരേ ആവൃത്തി ഉച്ചതയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം. ഒരേ ആവൃത്തി അഥവാ പിച്ചുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം. ഒരേ ആവൃത്തി അഥവാ പിച്ചും ഉച്ചതയുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം അഥവാ ക്വാളിറ്റി. ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി അഥവാ പിച്ച്. ശബ്ദത്തിൻ്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുന്നു. ഒരേ ആവൃത്തി അഥവാ പിച്ചും ഉച്ചതയുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം അഥവാ ക്വാളിറ്റി. 2 വ്യക്തികൾ തമ്മിലോ ഒരു സംഗീതോപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം അഥവാ ക്വാളിറ്റി. 2 വ്യക്തികൾ തമ്മിലോ 2 സംഗീതോപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണ്. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണ്. പറഞ്ഞു നോക്കാം. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ.
പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധിയാണ് പകൽ 50 ഡെസിബലും രാത്രി 40 ഡെസിബലും. ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി അഥവാ പിച്ച്. ശബ്ദത്തിന്റെ കൂർമ്മത, പിച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത കൂടുന്നു. ഒരേ ആവൃത്തി അഥവാ പിച്ചും ഉച്ചതയുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗുണം അഥവാ ക്വാളിറ്റിയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് സംഗീതോപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഗുണം അഥവാ ക്വാളിറ്റി. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത. മനുഷ്യന്റെ ശ്രവണസ്ഥിരത 1/10 സെക്കൻഡാണ്. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി. പ്രതിധ്വനി ഉണ്ടാകുവാനാവശ്യമായ ദൂരപരിധി 17 മീറ്ററാണ്. പ്രതിധ്വനി ഉണ്ടാകുവാനാവശ്യമായ ദൂരപരിധി 17 മീറ്ററാണ്. അപ്പോൾ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണ്. ശ്രവണ സ്ഥിരതയും പ്രതിധ്വനി ഉണ്ടാകുവാനാവശ്യമായ ദൂരപരിധിയും മാറിപ്പോവരുത്. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രതിധ്വനി എന്താണ്? ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്ററാണ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. എന്താണ് അനുനാദം? അനുനാദം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് അനുനാദം. അനുനാദം ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി അതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം മൂലമാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം മൂലമാണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം അനുനാദമാണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം അനുനാദമാണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം അനുനാദമാണ്. അപ്പോൾ അനുനാദത്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം എന്ന പ്രതിഭാസം മൂലമാണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം അനുനാദമാണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിനു കാരണം അനുനാദമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. നോട്ട് ചെയ്യാം. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്ററാണ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. അനുനാദം കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് അനുനാദം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം എന്ന പ്രതിഭാസം മൂലമാണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം
അനുനാദമാണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിനു കാരണം അനുനാദം മൂലമാണ്. എന്താണ് ഡോപ്ലർ ഇഫക്റ്റ്? കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ്. നോട്ട് ചെയ്യാം, ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ്. ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുകയും അകലുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ മുമ്പൊരിക്കൽ പഠിച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ ശബ്ദം അടുത്ത് വരുന്നതും അകന്നു പോകുന്നതും, അത് ഡോപ്ലർ എഫക്റ്റിന് ഒരു എക്സാമ്പിളാണ്. നോട്ട് ചെയ്യാം. ഡോപ്ലർ ഇഫക്റ്റ് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ ഡോപ്ലർ ഇഫക്റ്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ്. ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുകയും അകലുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുകയും ചെയ്യുന്നത് ഡോപ്ലർ ഇഫക്റ്റിൻ്റെ ഒരു സവിശേഷതയാണ്. സോണിക് ബൂം. എന്താണ് സോണിക് ബൂം? ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിലും എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് സോണിക് ബൂം എന്താണെന്ന് കൃത്യമായിട്ട് അറിയും. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിനു കാരണം സോണിക് ബൂമാണ്. നോട്ട് ചെയ്യുക, ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിനു കാരണം സോണിക് ബൂമാണ്. സബ്സോണിക്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് ആണ്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സബ്സോണിക്. സൂപ്പർസോണിക്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക് ആണ്. സബ്സോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നു. സൂപ്പർസോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നു. ഹൈപ്പർസോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. നോട്ട് ചെയ്യുക, സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക്. സബ്സോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നു. സൂപ്പർസോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നു. ഹൈപ്പർസോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നു. ഇൻഫ്രാസോണിക്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. നോട്ട് ചെയ്യാം, ജീവികളിൽ ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്.
പ്രകൃതി പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. നോട്ട് ചെയ്യാം. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗമാണ്. പറഞ്ഞു നോക്കാം. ഡോപ്ലർ ഇഫക്റ്റ്. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദപ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റാണ്. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലറാണ്. ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുകയും അകലുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തിയും കുറയുകയും ചെയ്യുന്നത് ഡോപ്ലർ ഇഫക്റ്റിൻ്റെ പ്രത്യേകതയാണ്. സോണിക് ബൂം. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിനു കാരണം സോണിക് ബൂമാണ്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ് സോണിക്കാണ്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക്കാണ്. ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക്കാണ്. സബ് സോണിക്, സൂപ്പർ സോണിക്, ഹൈപ്പർ സോണിക്. നോട്ട് ചെയ്യുക. സബ് സോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നു. സൂപ്പർ സോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 3 ഇരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നു. ഹൈപ്പർ സോണിക് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നു. ഇൻഫ്രാസോണിക്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക്കാണ്. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗങ്ങളാണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗങ്ങളാണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. നായകളുടെ ശ്രവണപരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ് നായകളുടെ ശ്രവണപരിധി. നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. നോട്ട് ചെയ്യുക. PYQ ആണ്. നായകളുടെ ശ്രവണപരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. എക്കോലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാൽ. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറിൻ്റെ പൂർണ്ണ രൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ്
റേഞ്ചിങ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് തരംഗം. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാണ്? എക്കോ ലൊക്കേഷനാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അൾട്രാസോണിക് തരംഗങ്ങൾ നമ്മൾ പഠിച്ചു. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരികാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. നായകളുടെ ശ്രവണപരിധിയാണ് 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെ. നായ്ക്കളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗവുമായി ബന്ധപ്പെട്ടതാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാൽ. സമുദ്രത്തിന്റെ ആഴം, മത്സ്യങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറിന്റെ പൂർണ്ണ രൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് ശബ്ദം. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ. അപ്പം നമ്മൾ ഇന്ന് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകളാണ് പഠിച്ചത്. അപ്പോൾ ഇത് തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും ശബ്ദവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പഠിക്കാനുണ്ട്. ശബ്ദങ്ങളും അതിൻ്റെ തീവ്രതകളും നമ്മൾ ഡെസിബലൊക്കെ പഠിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ശബ്ദം ഓരോന്നിൻ്റെ തീവ്രത പഠിക്കാനുണ്ട്. ശ്വസനത്തിൻ്റെ ഡെസിബൽ എത്രയാണ്, ഇലകളുടെ മർമ്മരം, അങ്ങനെ PSCയുടെ PYQയിൽ പെട്ട SCRT ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പഠിക്കാം. താങ്ക് യു.